ലോകാവസാനത്തോടുള്ള ബന്ധത്തിൽ വലിയൊരു സംഭവ വികാസമാണ് ഈ ലോകത്തിൽ നടക്കാൻ പോകുന്നത്. ഒരു കൂട്ട ജനം ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുക. 800 കോടി ജനങ്ങളുള്ള ഈ ലോകത്തിൽ നിന്ന് ചുരുക്കം ചിലർ മാത്രം ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുക. ആരാണ് ഈ കൂട്ടർ? ഇവരെക്കുറിച്ച് ലോകത്തിന് അറിയത്തില്ല. പക്ഷേ ദൈവം വിളിക്കുന്ന പേരുണ്ട്. ഇത് സ്വന്തം ജനമാണ്, ഇത് വിശുദ്ധ വംശമാണ്. ബൈബിളിൽ ഇവരെക്കുറിച്ച് പറയുന്ന പേരുകൾ ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഇവർ സ്വന്തം ജനമാകുന്നത്? എങ്ങനെയാണ് ഇവർ വിശുദ്ധ വംശമാകുന്നത്? ഇവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ, അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാ. അതുമാത്രമല്ല ഇവരുടെ ക്വാളിറ്റി, അപ്രത്യക്ഷമാകുവാനുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ പാപ സ്വഭാവങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടാകത്തില്ല, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടാകത്തില്ല, ലോകത്തിൻ്റെ തിന്മകൾ ഇവരുടെ ഇടയിൽ ഉണ്ടാകത്തില്ല. ഇവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും മറ്റൊരു ലോകത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരാണ്, മറ്റൊരു ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, മറ്റൊരു ലോകത്തിന് വേണ്ടി മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാൻ ഒരുക്കപ്പെട്ടവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊരു പ്രത്യേക കൂട്ടരാണ്. ഇവർ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. എപ്പോഴാണ് സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് എന്ന ആ ഒരു പ്രതിഭാസത്തോടു കൂടിയാണ് ഈ കൂട്ടർ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഈ ലോകത്ത് വലിയ മഹാസംഭവങ്ങൾ നടക്കാൻ പോകുക. ഈ ലോകത്തിൻ്റെ അവസാനം കുറിക്കുന്ന ചില പ്രതിഭാസങ്ങൾ ഈ ലോകത്ത് നടക്കാൻ പോകുക. അതിൻ്റെ ആദ്യ പടി എന്നോണം നമുക്ക് കാണാൻ സാധിക്കുന്നത് 7 വർഷം മഹാ ഉപദ്രവകാലം ഈ ലോകത്ത് നടക്കാൻ പോകുക. അതായത് 7 വർഷം എന്ന് പറയുമ്പോൾ ട്രിബുലേഷൻ പീരീഡ് എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആദ്യം 3.5 വർഷക്കാലം ഈ ലോകത്തെ ഭരിക്കുന്നത് സൽഭരണമായിരിക്കും. ഈ ലോകത്തിൻ്റെ നേതാവ് ഏക നേതാവായിരിക്കും. അന്ന് ഈ ലോകത്തെ മുഴുവനും ഭരിക്കുന്നത് ഒരു ഏക നേതാവാണ്. ഈ ഏക നേതാവ് ആദ്യ 3.5 വർഷം ഏറ്റവും സൽഭരണമായിരിക്കും ഈ ലോകത്ത് താൻ ചെയ്യുന്നത്. ഈ സൽഭരണത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഏകീകരണം ഉറപ്പാക്കും. അത് തന്നെയാണ് ഏക സിവിൽ കോഡ്, ഏക നമ്പർ, ഏക ആധാർ കാർഡ്, ഏക ഐഡന്റിറ്റി കാർഡ്, ഏക ബുക്ക് എന്ന രീതിയിൽ ഒരു ഏകീകരണം ഇവൻ കൊണ്ടുവരികയാണ്. ഈ ഏകീകരണം കൊണ്ടുവന്നതിന് ശേഷം ആളുകൾ വിചാരിക്കും ഇവൻ തന്നെയാണ് യഥാർത്ഥ നേതാവ്. ഇവൻ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് പറയുന്ന യഹൂദന്മാർ പോലും ഇവൻ്റെതായ ചൊൽപ്പടിക്ക് നിൽക്കുന്ന തലത്തിലേക്ക് ഇവൻ ലോകത്തെ വിശ്വസിപ്പിച്ചെടുക്കും. അങ്ങനെ 3.5 വർഷം സൽഭരണം നടത്തിയതിനു ശേഷം 3.5 വർഷത്തിന് ശേഷം ആകാശ മണ്ഡലങ്ങളിൽ ഒരു വലിയൊരു സംഭവം നടക്കുക. അതായത് സാത്താനും ദൈവത്തിൻ്റെ ദൂതനുമായ മിഖായേലും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധത്തിനൊടുവിൽ സാത്താൻ തോൽപ്പിക്കപ്പെടുകയും സാത്താൻ്റെ ആത്മാവ് ഈ ഏക നേതാവായ ആന്റിക്രൈസ്റ്റ് മേൽ പതിക്കപ്പെടുകയും ചെയ്യുക. പിന്നെ ആന്റിക്രൈസ്റ്റ് ഭരിക്കുന്നത് ഈ സാത്താൻ്റെ ആത്മാവോടുകൂടിയായിരിക്കും. 3.5 വർഷക്കാലം എത്രയോ സൽഭരണം നടത്തിയെങ്കിലും ഇനിയും ഈ അടുത്ത 3.5 വർഷം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ പീഡനമായ ഭരണമായിരിക്കും മനുഷ്യൻ നടത്തുന്നത്, അതായത് ഈ അന്ത്യക്രിസ്തു നടത്തുന്നത്. കാരണം സാത്താൻ വെട്ടപ്പെട്ട് ആകാശമണ്ഡലങ്ങളിൽ നിന്ന് വെട്ടപ്പെട്ട് കരകയറിയത് ഈ അന്ത്യക്രിസ്തുവിൻ്റെ ദേഹത്താണ്. അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവിൽ കൂടിയാണ് സാത്താൻ വെളിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാത്താൻ്റെ പീഡനം, സാത്താൻ്റെ കൊടിയ പീഡനം ഈ ലോകത്തിൽ ആരംഭിക്കുമ്പോൾ തന്നെ ജനങ്ങൾ മുഴുവനും പൊറുതിമുട്ടും. അന്ന് യഹൂദന്മാർക്ക് തിരിച്ചറിവുണ്ടാകും, ഞങ്ങൾ വിശ്വസിച്ച ഈ അന്ത്യക്രിസ്തു അല്ല യഥാർത്ഥ മശിഹ എന്ന് തിരിച്ചറിയുവാനിടയാകും. അതോടുകൂടി ഇവർ ഇവനെ എതിർക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ അന്ത്യക്രിസ്തു ഏറ്റവും കൊടിയ പീഡനമായിരിക്കും യഹൂദന്മാരുടെ മേൽ ഇവൻ നിർവഹിക്കുന്നത്. അപ്പോഴായിരിക്കും യഥാർത്ഥ യേശു ക്രിസ്തുവായിരുന്നു വന്നിരുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനെന്ന് ഈ ലോകം തിരിച്ചറിയും. അങ്ങനെ 7 വർഷം പീഡനകാലം കഴിഞ്ഞതിന് ഉടനെ തന്നെയാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി വീണ്ടും ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. അതാണ് മഹത്വ പ്രത്യക്ഷ എന്ന് പറയുന്നത്. തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ വരുന്നത് 1000 വർഷം ഈ ലോകത്തെ ഭരിക്കുവാനാണ്. ഈ ലോകത്തെ ഭരിക്കുവാൻ കടന്നു വരുമ്പോൾ സാത്താനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റി പാതാളത്തിലേക്ക് 1000 വർഷം ചങ്ങലയിടുവാനിടയാകും. ഇതോടുകൂടിയാണ് സാത്താന്റെ വാഴ്ചകൾ അവസാനിക്കുന്നത്. 1000 വർഷം ഈ ലോകം മുഴുവനും സ്വർഗതുല്യമായ അവസരങ്ങളായിരിക്കും. ഇവിടെ ആകാശത്തിലെ പ്രാർത്ഥനകൾ പോലെ തന്നെ സ്വർഗത്തെ പോലെ ഭൂമിയിലമാക്കണമെന്ന് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ച പ്രാർത്ഥനകൾ നിറവേറുന്ന ഒരു സമയമായിരിക്കും അന്നെന്ന് ഓർക്കുക. അങ്ങനെ ഈ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് ലോകാവസാനത്തിന്റെ അവസാനമായിരിക്കുകയാണ്. ഇതിന്റെ തെളിവുകൾ വളരെയധികം ധാരാളമുണ്ട്. എന്നിരുന്നാലും ഈ ചുരുക്കം ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ ശ്രവിക്കുവാൻ സമയമെടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇവാഞ്ചലിസ്റ്റ് പ്രേംജിത്ത് ജോർജ് നിലമ്പൂർ.